शिरडी वाले साईं बाबा आया है तेरे दर पे सवाले. ഷിർദി സായിബാബയുടെ ജന്മസ്ഥലത്തെപ്പറ്റിയോ ജനന തീയതിയെപ്പറ്റിയോ ഇപ്പോഴും വ്യക്തതയില്ല. 1830കളിലാണ് ഇദ്ദേഹം ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. ഷിർദിയിലെത്തിയ ശേഷമാണ് അദ്ദേഹം സായി എന്ന പേര് സ്വീകരിച്ചതെന്നും കരുതുന്നു. ഏതാണ്ട് 16 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഷിർദിയിലെത്തിയത്രേ. അവിടെയുണ്ടായിരുന്ന ഒരു വേപ്പുമരച്ചുവട്ടിൽ ധ്യാനനിരതനായിക്കൊണ്ട് അദ്ദേഹം സന്യാസ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു. ബാലയോഗിയായ ബാബ എത്തിയ സ്ഥലത്തെ ഗുരുസ്ഥാൻ എന്നാണ് വിളിക്കുന്നത്. ഇന്ന് ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ഷിർദി സായിക്ക് അനുയായികളും വിശ്വാസികളും ഉണ്ടായതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞവരും ധാരാളമാണ്. ഏതാണ്ട് 3 വർഷക്കാലം ഷിർദിയിൽ ജീവിച്ച സായിബാബ പിന്നീട് 1 വർഷത്തോളം അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും 1858 ഇവിടെ തിരിച്ചെത്തുകയും ചെയ്തതായി കരുതുന്നു. ഈ 2ാം വരവിലാണ് സായിബാബ പിൽക്കാലത്ത് പ്രചാരം നേടിയ തനത് വസ്ത്രധാരണ രീതികളിലേക്ക് കടന്നത്. 19ാം നൂറ്റാണ്ടിലെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെയാണ് ഷിർദി സായിബാബ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഷിർദിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വളരെ ചെറിയൊരു സംഘത്തിൽ നിന്നാണ് ഇത് പിന്നീട് വളർന്നു വലുതായത്. ഇന്ന് പ്രതിദിനം 20,000 വിശ്വാസികളെങ്കിലും ഷിർദിയിലെ സായിബാബ മന്ദിരം സന്ദർശിക്കുന്നു. ഉത്സവകാലങ്ങളിൽ ഇത് 1,00,000 കവിയും. രാവിലെ 5 മണിക്ക് ക്ഷേത്രം തുറക്കും. രാത്രി 10 മണിവരെ പ്രാർത്ഥനകളും പൂജകളും ഉണ്ടാകും. 600 പേരെ ഉൾക്കൊള്ളത്തക്ക വിധം വിസ്താരമുള്ള ഒരു ഹാൾ ക്ഷേത്രത്തിനകത്തുണ്ട്. ക്ഷേത്രത്തെരുവുകളിലെല്ലാം നിറയെ കടകളാണ്. സായിബാബയുടെ ഫോട്ടോകൾ, പ്രതിമകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എന്നുവേണ്ട എല്ലാം ബാബമായി. ചില കടകളിൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രസാദങ്ങൾ വിൽക്കുന്നു. ഈ പ്രസാദ വസ്തുക്കൾ വാങ്ങി അകത്തു കൊണ്ടുപോയി പൂജിച്ച് വാങ്ങി കഴിക്കുകയാണ് വിശ്വാസികൾ ചെയ്യുന്നത്. മറ്റൊരിടത്ത് വിവിധ തരത്തിലും വലുപ്പത്തിലും നിറങ്ങളിലുമുള്ള ഷിർദി സായിയുടെ പ്രതിമകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. പൂക്കളും പൂമാലകളും വിറ്റ് ഉപജീവനം കഴിക്കുന്നവരും ഇവിടെയുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവുന്ന വിശ്വാസികളുടെ വൻ തിരക്ക് തന്നെയാണ് ഈ വ്യാപാരശാലകൾ നടത്തുന്നവരുടെയും അവിടുത്തെ ജീവനക്കാരുടെയും ജീവിതാശ്രയം. ഷിർദിയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ മറ്റു കാഴ്ചകളിലേക്ക് മാതൃഭൂമി യാത്ര സഞ്ചാരം തുടരുന്നു.